നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ ജനതയോട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗമമായ നന്ദി പറയുന്നു. നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത്. കാരണം കേരളത്തിൽ 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിതെന്നാണ് UDF നേരത്തെ പ്രഖ്യാപിച്ചത്. ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം 2700 വോട്ടിനാണ് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത്. ആ സീറ്റ് 11,000-ലധികം ഏകദേശം 12,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. ഏകദേശം 6 ഇരട്ടി വോട്ട്, 5 ഇരട്ടി വോട്ടാണ്. തൃക്കാക്കരയിൽ ഉമാ തോമസ് വിജയിച്ചത് PT തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാർ ജയിച്ചതിൻ്റെ 4 ഇരട്ടി വോട്ടിനാണ്, 37,000 വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 4-5 ഇരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFിനുണ്ടായിരുന്ന ചേലക്കരയിൽ അത് 12,000-ആക്കി കുറച്ചു. ഇപ്പോൾ ഞങ്ങളുടെ വോട്ടൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ട്. LDFിൻ്റെ 16,000 വോട്ടാണ് LDFിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 16,000-ഓളം വോട്ടുകളാണ് LDFിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ. ഇത് യഥാർത്ഥത്തിൽ ടീം UDFിൻ്റെ വിജയമാണ്. ഒരു പാർട്ടിയെ പോലെ പല മുന്നണികളുടെ കക്ഷിയാണ് UDF. പക്ഷേ UDF നിലമ്പൂരിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു പാർട്ടിയെ പോലെയാണ്. ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ ഒരു പാർട്ടിയാണ്. ഞങ്ങൾ നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിച്ചപ്പോൾ ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. യാതൊരുവിധ അപസ്വരങ്ങളും ഇല്ലാത്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അതിശക്തമായ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിനുവേണ്ടി അഹോരാത്രം ജോലി ചെയ്ത ടീം UDFിൻ്റെ മുഴുവൻ നേതാക്കളെയും, ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അവരോട് ഹൃദയപൂർവ്വമായ നന്ദി പറയുകയാണ്. ഉത്കണ്ഠയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി കാത്തിരുന്ന മുഴുവൻ പേർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം. ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ തീരില്ല. മുതിർന്ന നേതാക്കൾ മുതൽ പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങി പാണക്കാട് കുടുംബത്തിലെ അവരെല്ലാം ഉൾപ്പെടെ കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾ എല്ലാവരും, മുൻ PCC പ്രസിഡന്റുമാർ അടക്കം മുതിർന്ന നേതാക്കൾ എല്ലാവരും ഒരേ മനസ്സോടു കൂടിയാണ് പ്രവർത്തിച്ചത്. ഇതൊരു വലിയ മെസ്സേജാണ്. ഇങ്ങനെ പ്രവർത്തിച്ചാൽ UDF ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉജ്ജ്വലമായ വിജയം ആര്യാടൻ ഷൗക്കത്തിന് നൽകിയാൽ ഞങ്ങൾ തിരിച്ചുള്ള വാക്ക് 100-ലധികം സീറ്റുമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന്. ആ വാക്ക് പാലിക്കാൻ UDF നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും. ഈ സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു, അതിൻ്റെ ആഴം എത്രയാണ് എന്ന് വളരെ വ്യക്തമാണ്. ആഴം എത്രയാണ്, ആ വെറുപ്പിൻ്റെ ആഴം ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം വെറുപ്പോട് കൂടിയാണ് ഈ ഗവൺമെന്റിനെ കാണുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ പറഞ്ഞു, പല നേതാക്കളും പറഞ്ഞു, ഈ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷമുള്ള നിലമ്പൂർ അത്ര എളുപ്പമുള്ള സീറ്റല്ല UDFിന്. അല്ല, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട UDFിന് വൻ ഭൂരിപക്ഷം കിട്ടുന്ന 2 പഞ്ചായത്തുകൾ വണ്ടൂർ നിയോജകമണ്ഡലത്തിലേക്കും 1 പഞ്ചായത്ത് ഏറനാട് നിയോജകമണ്ഡലത്തിലേക്കും പോയി. അപ്പോൾ 2011 ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ പരിണതപ്രജ്ഞനായ നിലമ്പൂരിൻ്റെ ഹൃദയമായ ശ്രീ ആര്യാടൻ സാർ ജയിച്ചത് 5,500 വോട്ടിനാണ് 2011. കാരണം കോൺസ്റ്റുവൻസി ഡീലിമിറ്റേഷൻ വന്നപ്പോൾ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറി. അപ്പോൾ ആര്യാടൻ സാർ ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിൽ 2016 വലിയ വ്യത്യാസത്തിൽ ഞങ്ങൾ തോറ്റത്. 2021 ഞങ്ങളവിടെ തോറ്റു. ഇപ്പോൾ അതിൻ്റെ എല്ലാം പലിശയടക്കം ജനങ്ങൾ അവരാണ് ഞങ്ങളെ വിജയിപ്പിച്ചത്. തീർച്ചയായിട്ടും ആ ജനവിശ്വാസം ഞങ്ങൾ കാത്തു സംരക്ഷിക്കും. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ, ഈ രൂക്ഷമായ ഈ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ, തകർന്നു പോയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ, അത് കൊണ്ടുവരാൻ UDF നിങ്ങളുടെ കൂടെ ഉണ്ടാകും
എന്ന വാക്കാണ് ഞങ്ങൾ കൊടുത്തത്. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ ഇനി മുതൽ നടത്തുന്നത്. അതിൽ എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട്, എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ വോട്ടർമാരോട് ഏത് വാക്കുകൊണ്ടാണ് അവരോട് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം 2026 തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്. ഇന്ധനമാണ്. ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകരാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ചെയ്തത്. അവരോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കും. അല്ല, അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ. എങ്ങനെയൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ. UDF ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം UDFനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല. ഞാൻ നിങ്ങളെല്ലാവരും കൂടിയാണ് എൻ്റെ തലയിൽ എല്ലാ തീരുമാനവും ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു വെച്ചത്. ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ക്രെഡിറ്റും വേണ്ട. ഇപ്പോൾ തീരുമാനം എടുത്തത് കൊണ്ടാണ് ജയിച്ചതെന്നുള്ളതിൻ്റെ ക്രെഡിറ്റും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതാണ് UDFൻ്റെ പ്രത്യേകതയെന്ന് കുറേ മാധ്യമങ്ങൾ അത് മനസ്സിലാക്കാതെ പോയി. UDFൻ്റെ മാറ്റം, UDF ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ ചില മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല. UDF ആണ് തീരുമാനം എടുക്കുന്നത്, VD സതീശനല്ല. എന്നിട്ട് അവരെന്നെ ചുമതലപ്പെടുത്തുവാണ് അത് പറയാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ഞാനല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ കൺവീനർ പറയണം. അത്രയേ ഉള്ളൂ. ആ UDF എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്നാണ്, അതിനെ അടിവരയിട്ടാണ് അവിടുത്തെ ജനങ്ങൾ തന്നിരിക്കുന്നത്. ഞാൻ കുറ്റപ്പെടുത്തൊന്നുമില്ല ഈ സമയത്ത്. നിങ്ങളല്ല എന്തായിരുന്നു കഴിഞ്ഞ കുറേ ദിവസകാലമായി ചെയ്തതെന്ന് നിങ്ങളൊന്ന് വിലയിരുത്ത്. നിങ്ങൾ എന്തായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നിങ്ങൾ ചെയ്തത് എന്തെല്ലാമായിരുന്നു എന്ന് നിങ്ങളൊന്ന് വിലയിരുത്ത്. കുറേ മാധ്യമങ്ങൾ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നേരത്തെ എനിക്കതിലൊന്നും ഒരു പരിഭവമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങൾ എന്തെല്ലാം വാർത്ത കൊടുത്തു. പാണക്കാട് തങ്ങൾ, അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത LDF കൺവെൻഷന്റെ 3 ഇരട്ടി വലിയ കൺവെൻഷനായിരുന്നു UDFന്റെ കൺവെൻഷൻ. അത്ര വൈബായിരുന്നു ആ കൺവെൻഷൻ. അതിന്റെ ഗ്രേസ് കളയാൻ വേണ്ടി പറഞ്ഞു പാണക്കാട് തങ്ങൾ ബഹിഷ്കരിച്ചെന്ന്. സാദിഖലി തങ്ങൾ ഹജ്ജിന് പോയ തങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞു. പാണക്കാട് കുടുംബം UDF കൺവെൻഷൻ ബഹിഷ്കരിച്ചാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ കുഞ്ഞ് ആ വേദിയിലുണ്ടാവോ? നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്താ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഏതെല്ലാം തരത്തിൽ ചെയ്തു. പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണയായിരുന്നു. എനിക്ക് ഒരു വിരോധമില്ല. പക്ഷെ നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ലൈബ്രറിയിൽ പോയിരുന്നിട്ട്, നിങ്ങളല്ല ഇത് ചെയ്യിപ്പിച്ച ആളുകൾ, അതൊന്ന് റെക്കോർഡിട്ട് കാണണം. ഇത് തന്നെ ഞാൻ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കണ്ട. കാരണം പാലക്കാടും ഇത് തന്നെയായിരുന്നു. പോളിംഗ് കഴിഞ്ഞിട്ടും ഇത് തന്നെയായിരുന്നു. ഇതെല്ലാം തന്നെയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അല്ല, കുറേ ആളുകൾ. അത് നല്ലതല്ല. കേരളത്തിലൊരു അതല്ല, യാഥാർത്ഥ്യത്തിനും വളരെ അകലെയായിരുന്നു. വിശകലനങ്ങൾ, ചർച്ചകൾ എല്ലാം വേറെ അകലമായിരുന്നു. എല്ലാവരും കാത്തിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയായിരുന്നു. അല്ല, പറഞ്ഞല്ലോ. അല്ല, ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആളല്ല. ഞാനല്ല. UDF ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി UDFന്റെ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. VD സതീശനായിട്ട് ഒരു തീരുമാനം ഒരു കാര്യത്തിൽ എടുക്കില്ല. എനിക്ക് അതിനുള്ള അനുവാദമില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ അത് ഞാൻ കളയേയില്ല. കൂടിയാലോചനകളാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഇന്നത്തെ വിജയമെന്ന് പലരും മറന്നുപോകുന്നു. എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഈ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും അതിനകത്ത് റോളുണ്ട്. നിങ്ങളതൊന്നും നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിന് മുമ്പ് സ്ഥാനാർത്ഥി യുനാനിമസ് ആയിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അയച്ചത്. അവരപ്പോൾ തന്നെ അപ്രൂവ് ചെയ്തിങ്ങ് തന്നു. അതിന് എന്തെല്ലാം പഴി കേട്ടു അതിന്. ഞങ്ങൾ ഒരുമിച്ചുള്ള തീരുമാനമാണ്. പിന്നീട് എടുത്ത ഓരോ കാര്യത്തിലും UDF നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. ചർച്ചകൾ നടത്തിയ
അല്ല അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ജയിച്ചല്ലോ, മറ്റേനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. അല്ല ഞാൻ ഇന്ന് പലരും കാത്തിരുന്ന എന്തിനാണെന്ന് എനിക്കറിയാം, ഇന്ന് കാത്തിരുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്നും പറയും ടീം UDF അവരെന്നെ പോലും വിസ്മയിപ്പിച്ച് കളഞ്ഞു ടീം UDF. അത് തരുന്ന ഒരു കരുത്തും ആത്മവിശ്വാസവും എന്ന് പറയുന്നത് വളരെ വലുതാണ്. ടീം UDF നിങ്ങളിനി പറഞ്ഞോ, നിങ്ങൾ വെറും UDF എന്ന് പറയണ്ട, ടീം UDF എന്ന് പറയാൻ പാടുള്ളൂ. അതാണ് അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ, അവിടുത്തെ സംഘടനാപരമായ കൃത്യത, സർജിക്കൽ പ്രിസിഷനായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ. വരച്ച് വച്ച പോലെയാണ് നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിച്ചത്. ഞങ്ങൾ എടുത്ത തീരുമാനം, UDF നേതൃത്വം എടുത്ത തീരുമാനം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും അത് ചെയ്തു. ഞങ്ങൾക്ക് ഏത് കേഡർ പാർട്ടിയെയും പരാജയപ്പെടുത്താനുള്ള സംഘടനാ വൈഭവവും പാടവവും UDFനുണ്ട് എന്നാണ് തെളിയിച്ചത്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണിച്ചു തരാം. ഉറപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വാക്കെന്താ, ഗവൺമെന്റിനെ വെറുക്കുന്നു എന്നാണ് പറയുന്നത്. വെറുപ്പ് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല. ഞങ്ങൾക്ക് കുടുംബയോഗങ്ങളിൽ പോകുമ്പോഴും ആളുകളെ കാണുമ്പോഴും ചായ കഴിക്കാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾക്കത് ബോധ്യമായി. അത്രയും വെറുപ്പാണ് ഈ സർക്കാരിനോട് വെറുക്കുന്നു, അത്രമാത്രം. അവരുടെ ജനജീവിതം താറുമാറായി. എല്ലാ വീട്ടിലും ഈ സർക്കാരിനോട് ദേഷ്യമുള്ള, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരയായ ഒരാളെങ്കിലും എല്ലാ വീട്ടിലും ഉണ്ട്. അതാണ്, അവരെല്ലാവരും കൂടിയാണ്. അവരുടെ പ്രതിഷേധത്തിൻ്റെയും അമർഷത്തിൻ്റെയും കൂടി വോട്ടാണ്. നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുന്നേ. നിങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത്, എന്തെല്ലാമാണ് തുടക്കത്തിൽ എല്ലാവരും ചേർന്ന് പറഞ്ഞത്. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങളെന്ന് പറഞ്ഞ വാക്കെന്താ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അത് അവിടെ ഉണ്ടാവുന്ന പറഞ്ഞ ഓർമ്മയുണ്ട. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുമ്പോൾ നോ ബഡി ക്യാൻ ടച്ച് ഇറ്റ്. ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് മത്സരിച്ചത്, രാഷ്ട്രീയ യുദ്ധമായിരുന്നു. LDF UDF തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധമായിരുന്നു. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്, അവസാനത്തെ കണക്കെടുത്ത് നോക്ക്. അല്ല നോക്ക്, നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യും. തീരുമാനങ്ങൾ ശരിയായിരുന്നു, UDFന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്ന് കണക്കെടുത്ത് നോക്ക് നിങ്ങൾ. എവിടെ കഴിഞ്ഞ 4 വർഷം പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെ ഒരു കണക്ക് പറ, എപ്പോഴാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞല്ലോ. ഇങ്ങനെ കാഷ്വലായിട്ട് അതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ്. എവിടെയായിരുന്നു അസ്വസ്ഥത ഉണ്ടായിരുന്നു, അതാരും പറഞ്ഞില്ലല്ലോ. ഇടതുമുന്നണിയിൽ പാർട്ടി സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞു, ഇല്ലേ? മുഖ്യമന്ത്രി വേറൊരു അഭിപ്രായം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു. CPI വേറെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളത് ആഘോഷിച്ചില്ല. കാരണം നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നിങ്ങൾ UDFലെ വച്ചിരിക്കുകയാണ്. പാവങ്ങളായ ഞങ്ങൾ സ്നേഹത്തോടുകൂടി പോയത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇപ്പോഴും പറ്റണില്ല, അല്ല ഇപ്പോഴും കാണാൻ പറ്റണില്ല നിങ്ങൾക്ക്. എന്നിട്ട് UDF ഇനി എങ്ങനെ പോവാന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ടാണ് UDFലോ കോൺഗ്രസിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളെന്ന് വെച്ചാൽ എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ. ഞങ്ങൾക്ക് വിഷമമുണ്ടായി ആ സമയത്തൊക്കെ. കാരണം ഒരു നീതിപൂർവമായ സമീപനം ഉണ്ടായിരുന്നില്ല, അല്ലേ? പിന്നെ നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല BJP സ്ഥാനാർത്ഥി എങ്ങനെ വന്നു, എന്തായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അന്ന് BJPയും CPMും കൂടി ആദ്യം പ്ലാൻ ചെയ്തത് BJPയുടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായ ആരോപണം വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ആ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൻ്റെ പുറകിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. UDFന്റെ വോട്ട് കുറച്ച് ഭിന്നിപ്പിക്കാൻ പറ്റും. BJPയുടെ ഒരു കോർ വോട്ടുണ്ടല്ലോ, BJPക്ക് കിട്ടുന്ന വോട്ടെന്താ, ഏതാ കോർ വോട്ട്, അത് CPMനും കിട്ടും. അതായത് കാൽക്കുലേഷൻ അല്ലേ? ഞാൻ പറഞ്ഞത് അതൊന്നും ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞത് അവർ തമ്മിൽ അൺഹോളി നെക്സസ് ഉണ്ട്, അവിഹിതമായൊരു ബാന്ധവം കേരളത്തിലെ BJPയും കേരളത്തിലെ CPM നേതൃത്വവും തമ്മിലുണ്ട്.
അല്ല, അത് നിങ്ങൾ വിചാരിച്ചോ? അത് ഞാൻ പറഞ്ഞല്ല. വർഷങ്ങൾ മുമ്പ് ഒരു പ്രണയത്തിൽ നിന്ന് അകന്നുപോയ പ്രണയിനി പ്രണയാർദ്രമായ ഒരു അപേക്ഷയും ഒരു ഓർമ്മപ്പെടുത്തലും അതിനാണ് തലേദിവസം നടത്തിയത്. സാധനം പാളിപ്പോയി, അത് വേറെ കാര്യം. സാധനം പാളിപ്പോയി, സാധനം കൈവിട്ടുപോയി. പക്ഷെ വെറുതെ അല്ല അത് പറഞ്ഞത്. വെറുതെ ഒന്നും പറയുന്ന ആളൊന്നും അല്ലല്ലോ അവരൊന്നും. അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ. പല കണക്കിലാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അന്നും പറയണ്ടായിരുന്നു, ഞങ്ങളിതൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് വന്നാലും ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പറ്റില്ല. ആര് വിചാരിച്ചാലും പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ തിളക്കമാർന്ന വിജയം നേടിയത്. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ്. ഞങ്ങൾ ടീം UDF, ഞാൻ അത് പറഞ്ഞാൽ മതി. ടീം UDF, മനസ്സിലായില്ലേ? ടീം UDF. അത് പറയാൻ എന്താ മടി? ഞാനതിനെ കുറ്റപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ട് ഞാൻ തിരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയെ നമ്മൾ പരിഹസിക്കുകയോ അല്ല അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാനില്ല. അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. അതൊന്നും ശരിയല്ല. ഒരിക്കലും ആവില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ 20 സീറ്റിൽ 18 സീറ്റ് കിട്ടിയല്ലോ പാർലമെന്റ് ഇലക്ഷനിൽ. അപ്പോൾ അന്ന് മാച്ചുകളെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. ആ ഭൂരിപക്ഷം ടെൻഷൻ ആകണ്ടെന്ന് പറഞ്ഞു. ഈ ഇലക്ഷൻ ഞാൻ പറഞ്ഞു ഇന്ധനമാണ്, മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ധനമാണ്. കേരളത്തെ റെപ്രസെന്റ് ചെയ്താണ് നിലമ്പൂർ ഈ വോട്ടെടുപ്പിൽ ജനങ്ങൾ പങ്കെടുത്ത്. അപ്പോൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് 1-2 തെരഞ്ഞെടുപ്പ് അല്ലല്ലോ. ഏത് ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് UDF പുറയിലേക്ക് പോയത്? ഏത് 10-15 നടന്നല്ലേ? 10-15 ഗ്രൂപ്പായിട്ട് 15 പ്രാവശ്യമായിട്ട് ഗ്രൂപ്പായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് നടന്നു. ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ സീറ്റിൻ്റെ പുറകെ പോയോ? എല്ലാ ഇലക്ഷനിലും കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ മിക്കവാറും ഇരട്ടിയിലധികം സീറ്റാണ് മിക്കവാറും ഇലക്ഷനിൽ വാങ്ങിച്ചത്. എല്ലാ ഇലക്ഷനും, കേരളം കണ്ട എല്ലാ ഇലക്ഷനും, ഇൻക്ലൂഡിങ് പാർലമെൻറ്റ് ഇലക്ഷൻ. പാർലമെൻറ്റ് ഇലക്ഷൻ 2019 പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ വളരെയധികം ഭൂരിപക്ഷം പല സീറ്റുകളിലും ഭയങ്കരമായി വർദ്ധിച്ചു. അത്രേ ഉള്ളൂ. അതൊക്കെ ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അപ്പോൾ തീർച്ചയായും അതിനെ വിലക്കെടുത്തിട്ട് കൂടുതൽ ഉത്തരവാദിത്ത ബോധം, ഞാൻ എന്താ പറഞ്ഞത്, ഞങ്ങളെ ഈ വിജയം ഉന്മത്തരാക്കുകയല്ല, ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റുന്നു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ കൂടുതൽ അച്ചടക്കത്തോടു കൂടി കൂടുതൽ ഭംഗിയായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് UDFനെ തയ്യാറാക്കുക എന്ന് തന്നെയാണ്. ഉറപ്പായിട്ടും ഞങ്ങളെ അത് സഹായിച്ചിട്ടുണ്ട്. കാരണം ആശാസമരം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മുതലാളിത്ത മനോഭാവത്തെ, തൊഴിലാളി വിരുദ്ധ സമീപനത്തെ, തീവ്ര വലതുപക്ഷ ചിന്താഗതിയെ തുറന്നു കാട്ടി. ഞങ്ങൾ പറഞ്ഞത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ലാന്ന് പറഞ്ഞു. ഇവർ കമ്മ്യൂണിസ്റ്റുകാരല്ലാന്ന് പറഞ്ഞു. ഇവർ തീവ്ര വലതുപക്ഷക്കാരാന്ന് പറഞ്ഞു. ആദിവാസികളോട് സമരം ചെയ്യുന്ന ആദിവാസികളോട് ചെയ്തത്, ആശാവർക്കർമാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും അത് മാറ്റട്ടെ. അല്ല UDF വരുമ്പോൾ ചെയ്യും. അവർ ഞങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പുതിയൊരു സംഭവം പോലെ അതൊരു വിവാദമാക്കി, അത് കമ്മ്യൂണലാക്കി ബാക്കിയുള്ള വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് അടർത്തിയെടുക്കാം എന്ന് വിചാരിച്ചു പലരും. പാർലമെന്റ് ഇലക്ഷനിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയപ്പോൾ ഉണ്ടാകാത്ത വിവാദം നിലമ്പൂർ അസംബ്ലിയിൽ നൽകിയപ്പോൾ ഉണ്ടാക്കി. അതിൻ്റെ പുറകിലുണ്ടായത് ഈ ചേതോവികാരമാണ്. ജാതീയമായി മതപരമായി ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ള സംഘപരിവാറിൻ്റെ നെറേറ്റീവാണ് CPM എടുത്തത്. എൻ്റെ ഇടതുഭാഗത്ത് PDP, വലതുഭാഗത്ത് മറ്റേ ആസാമിയല്ല മറ്റേ ആസാമി അദ്ദേഹത്തെ പിടിച്ചിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികൾ. ഒരാളുടെ തോളെ കൈയിട്ടേക്കണത് മറ്റത് PDP, വലതുഭാഗത്ത് ആസാമി. എന്നിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികൾ എന്ന് കേരളത്തിലെ ജനങ്ങളോടും നിലമ്പൂരിലെ ജനങ്ങളോടും പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ജനങ്ങളെ. അത്രേ ഞാൻ പറയുള്ളൂ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ജനങ്ങളെന്ന് പറയുന്നത് ഭയങ്കര പൊളിറ്റിക്കലാണ്.
അവിടെ നിങ്ങൾ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചോ? ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും അല്ലേ, മുനിസിപ്പാലിറ്റിയൊക്കെ UDF ലീഡ് ചെയ്തിട്ട് എത്ര വർഷമായി? ലീഡാണ് മുനിസിപ്പാലിറ്റി. ശ്രീ റോജി എം ജോണാണ് മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്തിരുന്നത് ശ്രീകണ്ഠനോടൊപ്പം. ലീഡാണ് എല്ലായിടത്തും. LDF സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്ത് ലീഡാണ്. ഇവിടെ സാധാരണ CPM കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പിലത്തെ പ്രാവശ്യം ലീഡാണ് വെച്ചാൽ എല്ലാ വിഭാഗം ജനങ്ങളും UDFന് വോട്ട് ചെയ്തെന്നാണ്. അത് മനസ്സിലാക്കിക്കൊള്ളാം. എല്ലാ വിഭാഗം ജനങ്ങളും മതപരമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിച്ചു. നോ കമൻസ്. ഞാനൊന്നും ആരോടും പറയില്ല. ഞാൻ ഇതുവരെ നിങ്ങളോട് ചോദിച്ചു, ഞാൻ ഇതുവരെ ആരെങ്കിലും കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും കുറിച്ച് ഒരു വാക്കും? പണ്ട് 2 വാചകം പറയാൻ എന്നെ UDF ചുമതലപ്പെടുത്തിയ ആ 2 വാചകം അല്ലാതെ നിങ്ങളെല്ലാം ഓരോ മണിക്കൂറാണ് എനിക്കെതിരെ പറഞ്ഞത് ലൈവായിട്ട് വിട്ടിട്ടുണ്ട്. ഒരു ചോദ്യം പോലും നിങ്ങളാരും ചോദിക്കാതെ എനിക്കെതിരെ പറഞ്ഞത് 1 മണിക്കൂർ ലൈവായിരുന്നു. 8 ദിവസക്കാലം ഒരക്ഷരം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയില്ല. ഞങ്ങൾക്ക് ഇത് പൊളിറ്റിക്കലാണ്. ഞങ്ങൾ രാഷ്ട്രീയമാണ് മത്സരം. ഞങ്ങൾ CPM-ഉം നേതൃത്വം കൊടുക്കുന്ന LDF-ഉം UDF തമ്മിലാണ് മത്സരം. നേരെ ഒന്നിലും ഞങ്ങളെ കിട്ടില്ല.